നമ്മുടെ കന്യാസ്ത്രീകളുടെ കേസും അറസ്റ്റുമെല്ലാം നമ്മളെല്ലാവരും കൂടി വെളുക്കാൻ തേച്ചത് പാണ്ടാക്കിയതുപോലെ ചെറിയൊരു വിഷയത്തെ ചൊറിഞ്ഞ് മാന്തി വലിയ പുണ്ണാക്കി. ഛത്തീസ്ഗഡിലെ പോലീസ് ദുർഗ് ജില്ലയിൽ വെച്ച് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. റെയിൽവേ പോലീസ് അവർ സാധാരണ പോലീസിന് കൈമാറി. അത് സ്വാഭാവികമായിട്ട് ജാമ്യം എടുത്തെങ്കിൽ വന്നാൽ മതിയായിരുന്നു. ഈ ബഹളത്തിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ബഹളം ചെയ്തപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്? അവിടെ നടക്കുന്ന ജനങ്ങളാകെ ഇളകി, മഹാപഞ്ചായത്ത് കൂടി, വലിയ പ്രതിസന്ധിയിലേക്ക് അവിടെ പോയി. അവിടുത്തെ ബജ്റംഗ് ദളും ഹിന്ദു സംഘടനകളെല്ലാം ഒന്നിച്ചു. ഇത് നാഷണൽ വാർത്തയായി. അവിടുത്തെ എല്ലാ ചാനലുകളും പത്രങ്ങളും ഇത് വാർത്തയാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ വാർത്തകൾ വരുന്നു. അവിടെ മുൻ മാവോയിസ്റ്റ് നേതാവായിട്ടുള്ള മാവോയിസ്റ്റിൻ്റെ ഡിവിഷണൽ കമാൻഡർ, കാരണം മാവോയിസ്റ്റുകളെ സംബന്ധിച്ചുള്ള അവർ കുറേ പേർ കീഴടങ്ങും, ഇടയ്ക്കിടയ്ക്ക് അവർ കീഴടങ്ങും. അങ്ങനെ കീഴടങ്ങിയ ഒരു മുൻ മാവോയിസ്റ്റ് ഡിവിഷണൽ കമാൻഡ് ഛത്തീസ്ഗഡ് ജില്ലയിലുള്ള ഒരു ഗ്രാമത്തിൽ വെച്ച് അദ്ദേഹം ദണ്ഡേവാഡ സർക്കാർ പുനരധിവാസ കേന്ദ്രത്തിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയതായിട്ട് ഇവിടുത്തെ ചാനലുകളിൽ വരുന്നു. എന്താ വെളിപ്പെടുത്തൽ? റായ്പൂർ, ജബൽപൂർ, ദണ്ഡേവാഡ പ്രദേശങ്ങളിലൊക്കെ ക്രിസ്ത്യൻ മിഷനറിമാരിലെ കുറച്ച് വിഭാഗം, എല്ലാവരുമല്ല, ഒരു തീവ്ര വിഭാഗം ആളുകൾ, മതപരിവർത്തനത്തിനൊക്കെ നടക്കുന്നൊരു വിഭാഗം ആളുകളും നക്സൽ ബാരികളും മാവോയിസ്റ്റുകളുമായിട്ട് വലിയ ബന്ധമുണ്ട്. ആ മാവോയിസ്റ്റുകളാണ് ഈ കുട്ടികളെ പുറത്തു കൊടുക്കുന്നതിലുള്ള ഏജന്റുമാർ എന്ന് പറയുന്ന വാർത്ത വരുന്നു. അതുപോലെ അവിടുത്തെ CPIയുടെ ഓഫീസിൽ ഇതിന് ഗൂഢാലോചന നടത്തി. അവിടുത്തെ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ബജ്റംഗ് ദളിൻ്റെ നേതാവ് ഇവരെ ഉപദ്രവിച്ചുവെന്നും ബലാത്സംഗം ചെയ്യുന്നതൊക്കെ പറഞ്ഞ് വേറൊരു കഥ CPIയുടെ നേതാക്കൾ അവിടെ മെനഞ്ഞെടുത്തതായി CPI ഓഫീസിൽ, അവിടെ ദണ്ഡേവാഡ CPI ഓഫീസിൽ നിന്നുള്ളൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ ഇവിടെ പരക്കുന്നുണ്ട് കേരള ചാനലുകളിൽ. എന്തിനാണ് ഇങ്ങനെയൊക്കെ? അപ്പോൾ എല്ലാവരും തെറ്റിതിരിച്ച് ഹിന്ദു ചാനലുകളും ക്രിസ്ത്യൻ ചാനലുകളും മുസ്ലിം ചാനലുകളും അല്ലാത്ത ചാനലുകളും സ്വതന്ത്ര ചാനലുകളെന്ന് പറയുന്നവരും എല്ലാവരും കൂടി അവിടെ പോയി കുത്തിത്തിരുക്കി ഇത് ഈ ചെറിയൊരു പുണ്ണിനെ മാന്തി വഷളാക്കി, ഞാൻ പറഞ്ഞ പോലെ വെളുക്കാൻ തേച്ചതിനെ പാണ്ടാക്കി വലിയ നിയമങ്ങളിലേക്ക് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും അതുപോലത്തെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകളും പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് വലിയ നിരീക്ഷണത്തിലേക്ക് അവിടുത്തെ ക്രിസ്ത്യൻ പ്രവർത്തനങ്ങളെയും മിഷണറി പ്രവർത്തനങ്ങളെയും ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വലിയ സംഘർഷത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ റായ്പൂർ ജില്ലയിലെ അച്ഛൻ വന്നിട്ട് ഇന്നലെ ചാനലുകളോട് പറഞ്ഞു. അത് പക്ഷേ ഇവിടുത്തെ പ്രധാന ചാനലുകൾ പ്രധാന വാർത്തയായി കൊടുത്തില്ല. അച്ഛൻ പറഞ്ഞു, ഇവിടെ BJP ഞങ്ങൾ തമ്മിൽ തർക്കമൊന്നുമില്ല, BJP ഞങ്ങൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല, ഇവിടെ സംഘപരിവാർ ഞങ്ങളെ പിറകെ നടക്കുന്നൊന്നുമില്ല. ഇങ്ങനൊരു കേസ് വന്നപ്പോൾ മാത്രമാണ് വന്നത്. മതപരിവർത്തനവുമായി ബന്ധപ്പെടുത്തി മാത്രമേ ഇവിടെ കേസുള്ളൂ, അല്ലാതെ ഇവിടെ കേസും ബഹളമൊന്നുമില്ല എന്ന് ഞങ്ങൾ അവരുമായി നല്ല സൗഹൃദത്തിലാണെന്ന് അവിടുത്തെ ക്രിസ്ത്യൻ മതപിതാവ് വരെ പറയുമ്പോഴാണ് നമ്മുടെ ചാനലുകളൊക്കെ പോയി കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി. അവസാനം ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ വലിയ വ്രണമായി നിൽക്കുകയാണ്. അവിടുത്തെ ഹിന്ദു മതത്തിലുള്ള ആളുകളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റുന്നു എന്നുള്ള വലിയ ചർച്ചയിലേക്കാണ് പോയിരിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ലാത്ത രീതിയിലേക്കുള്ള വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങളിപ്പോൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് വരുമെന്ന് കാത്തിരുന്ന് കാണാം. പുതിയ നിയമങ്ങൾ ഒരുപാട് വരാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ കാണുന്നത് എല്ലാ നുണകളും പൊളിഞ്ഞടുങ്ങുകയും ആവശ്യമില്ലാത്തൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കന്യാസ്ത്രീ വിഷയത്തിൽ നമ്മൾ പൊങ്കാലയിട്ടതുകൊണ്ടും ആഘോഷിച്ചതുകൊണ്ടും പറ്റിയ പറ്റ്.